Welcome to the KU Padashala. I am Dr. Mano Mohan Antony, Assistant Professor, Department of Zoology, University College, Trivandrum. Today, I am here to discuss a most relevant portion of the era, that is biodiversity conservation. I am very happy to be here. I am, first of all, thanks to the Kerala University for giving me an opportunity to discuss certain things with these students of various categories who are searching the KU Padashala. Today we are living in a world and we are actually serving the earth as soldiers. Actually, we are the soldiers to serve the earth. Why? Biodiversity of earth is under very threat. So, what is biodiversity? Maybe your thought is now is that biodiversity is other than that all the plants, animals or the living things we see around us. Maybe your answer is correct. That is very correct. The biodiversity means the variety of plants and animals that lives around us. Biodiversity is not other than that. The biodiversity is the different kinds of life you will find on an area. എന്താണ് ജൈവ വൈവിധ്യം? ഞാൻ ആദ്യം പറഞ്ഞത് അത് തന്നെയാണ്. നമ്മുടെ ചുറ്റിലും കാണുന്ന പ്ലാന്റ്സ്, ആനിമൽസ്, ലൈഫ് ഉള്ള എല്ലാം. അപ്പോൾ ലൈഫുള്ള എല്ലാത്തിനും ജീവിക്കണമെങ്കിൽ അത് മാത്രമായി പറ്റില്ല. ഇറ്റ് കനോട്ട് സർവൈവ് ദെയർ ഓൺ. ഇറ്റ് ക്യാൻ സർവൈവ് വിത്ത് ദി ഹെൽപ്പ് ഓഫ് ദി അതർ നോൺ ലിവിങ് തിങ്സ്. സോ വി സ്റ്റഡീഡ് അബൌട്ട് ദി ഇക്കോളജി ആൻഡ് ഇക്കോസിസ്റ്റം. So what is biodiversity? Biodiversity is all the different kinds of life you will find in an area. That is called biodiversity. Simply the biodiversity is that. You can see that the number of benefits from the nature. ഇതൊരു പ്രത്യേക UNEP-യുടെ ഒരു പബ്ലിക്കേഷൻസിനകത്ത് വന്ന പ്രത്യേക തരത്തിലുള്ള ഒരു പിക്ചറാണ്. ഈ പിക്ചറിനകത്ത് നിങ്ങൾ നോക്കുക, എന്താണ് കാണുന്നത്? വാട്ട് എവർ ദി തിങ്സ് വി ആർ യൂസിങ്, നമ്മൾ എന്തെല്ലാം ഉപയോഗിക്കുന്നു അതെല്ലാം തന്നെ ഈ ഒരു ഹെഡിങ്ങിനകത്ത് വന്നിട്ടുണ്ട്. യു ക്യാൻ സീ ദാറ്റ് ഇറ്റ് ഈസ് ദി കൾച്ചറൽ provisioning and regulating as well as the supporting. These are the four major benefits from the nature, and it can given to many things. You can see that the food, main thing that is the food, raw materials, medicinal resources, fresh water, all these are coming under the provisions. So whatever we used in our life is actually from the environment. What we get all from the environment. നിങ്ങളൊന്ന് ഈ ഒരു പിക്ചർ മാത്രം നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും എന്തെല്ലാം കാര്യങ്ങളാണ് നമുക്ക് നമ്മുടെ എൻവയോൺമെൻറ്റിൽ നിന്ന് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഈ എൻവയോൺമെൻറ്റിൽ നിന്ന് കിട്ടാത്തതായ ഒരു കാര്യം പോലും മനുഷ്യന് ഉപയോഗിക്കാനില്ലാത്ത ഒരു കാര്യം, എന്ത് കാര്യം നമ്മൾ ഉപയോഗിച്ചാലും അതെല്ലാം തന്നെ എൻവയോൺമെൻറ്റിൽ നിന്നാണ് നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ജസ്റ്റ് ലുക്ക് അപ്പ് ദ പിക്ചർ. ഈ പിക്ചർ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാകും എന്താണ് നമുക്ക് നമ്മുടെ ജീവിതത്തിൽ എന്ത് കാര്യങ്ങളെല്ലാം തന്നെ നമ്മൾ ഉപയോഗിക്കുന്നു അതെല്ലാം തന്നെ ഈ പിക്ചറിനകത്ത് കാണുന്നു. അതെല്ലാം തന്നെ എൻവയോൺമെൻറ്റ്. ദാറ്റ് ഈസ് ദ ബെനിഫിറ്റ് ഫ്രം ദ നേച്ചർ. സോ വി ആർ ആക്ച്വലി ദി ബെനിഫിഷ്യറീസ് ഓഫ് ദി നേച്ചറാണ്. നേച്ചറിൻ്റെ എല്ലാത്തരം ബെനിഫിറ്റ്സ് ഉപയോഗിക്കുന്ന ആളുകളാണ് നമ്മൾ. So we are actually, that's why I am said that we are the soldiers to serve to protect the nature. നമ്മൾ നേച്ചറിനെ പ്രൊട്ടക്ട് ചെയ്യാനുള്ള സോൾജേഴ്സ് ആണ് നമ്മൾ. അപ്പോൾ അങ്ങനെയുള്ള നമുക്ക് വലിയ ഉത്തരവാദിത്വമുണ്ട്. സോ that's why we are discussing this today. So the most relevant topic of today, that is biodiversity conservation. Before we are going to the next topic, we have എനിക്കൊരു ചോദ്യം നിങ്ങളോടൊരു ചോദ്യമുണ്ട്. എന്താണ് നിങ്ങളുടെ കാഴ്ചപ്പാടിൽ നമ്മുടെ ചുറ്റും കാണുന്ന ലിവിങ് തിങ്സിനകത്ത് ഏറ്റവും കൂടുതൽ diversity ഉള്ള, the most diverse things, when you can classify the life into living organisms into as major as plants and animals. So even on എന്താണ് നിങ്ങളുടെ ഒരു തോട്ട്, നിങ്ങളുടെ ഒരു വിചാരം എന്താണ്? ഏതിനാണ് ഡൈവേഴ്സിറ്റി കൂടുതലുള്ളത്?
പ്ലാന്റ്സിനാണോ ആനിമൽസിനാണോ? ഈ പിക്ചർ നോക്കിയിട്ട് കുറച്ചും കൂടെ അടുത്ത സ്ലൈഡിലേക്ക് എത്തുമ്പോൾ നിങ്ങൾ നമുക്ക് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ ഇവിടെ ഞാനൊരു ഒരു 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 പ്രസൻറ്റേഷനകത്ത് കാണിച്ചിരിക്കുന്നത് ഒരു ബാർ ഡയഗ്രമാണ്. വി ക്യാൻ സീ ദാറ്റ് എ ബാർ ഡയഗ്രാം ആൻഡ് ദി ബാർ ആർ ഷോയിങ് ആസ് ഗ്രീൻ ആൻഡ് ബ്ലൂ. ഗ്രീൻ ആയിട്ടും ബ്ലൂ ആയിട്ടാണ് ആ ബാർ ഡയഗ്രം കാണുന്നത്. ഹിയർ ദിസ് പിക്ചർ ഐ ടേക്കൺ ഫ്രം എ ഫേമസ് ബുക്ക് കാൾഡ് എസെൻഷ്യൽസ് ഓഫ് കൺസർവേഷൻ ബയോളജി ബൈ റിച്ചാർഡ് പ്രിമക്. From that book I take this picture, Essentials of Conservation Biology, Richard Primack. Here this is a bar diagram, and this bar diagram itself shows that there are the green bar shows that undescribed species, and the blue bar shows that the described species. What is description? You can say that the name of the tiger, scientifically the tiger, we say that Panthera tigris. Our human being is called as Homo sapiens. Our coconut is called Coco nucifera. That's the scientifically we call it as like that. Every organism has a scientific name. The scientific name of human being is Homo sapien. The subspecies sapiens, so we call it as Homo sapiens sapiens. That description, that is called the description of a animal or plant. Every animal giving a name, that naming process is called description. That coming under a branch of biology called taxonomy. Here all the taxonomists are doing a work of describing the species, while after the description of the species we are giving the name. That name I mentioned, that the Panthera tigris or the Homo sapiens. So here the bar diagram shows that a green undescribed species. You can see that the virus, only very few are described, and bacteria, very few, only very small quantity of the group is described. We can see that the vertebrates, most of the animal, almost all are described. That means there are enough opportunity to you have. If you are become a virologist, if you are become a microbiologist, if you are become an entomologist, if you are become a vertebrate scientist who are describing species, there are enough chance to become a species description. That much of diversity is available. I am coming to my question, previous question. Which organisms are, or the plants or the animals are more in the world? Maybe your answers are the plants. Look about the pie diagram. ആ പൈ ഡയഗ്രം ഒന്ന് നോക്കേ. പൈ ഡയഗ്രത്തിനകത്ത് എന്താ കാണുന്നത്? പ്ലാന്റ്സ് ഹാവ് ഓൺലി 2,48,500 സ്പീഷീസ് ആൻഡ് only a small. When compared to an insect, about 7,51,000 be there. That means one of the class, here you know the phylum Arthropoda. One of the class of that phylum is phylum, another class is Insecta. And that Insecta of a phylum, that is that phylum Arthropoda includes only that itself. അത് തന്നെയാണ് ഏകദേശം 7,51,000 ഒരു ഫൈലത്തിനകത്ത് ഒരു ക്ലാസ് ഇൻസെക്റ്റ എന്ന് പറയുന്നത് വന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ പ്ലാന്റ്സ് എന്താണ് ടോട്ടൽ? ഇപ്പോൾ ഇനി അതൊരു ഒരു ആനിമൽസിനകത്ത് ഒരു കൂട്ടം, അതായത് ഒരു ക്ലാസ് മാത്രമായിട്ടാണ് 7 ലക്ഷം ഉള്ളത്. പ്ലാന്റ്സ് ആണെങ്കിൽ എത്രയേ ഉള്ളൂ? 2,48,000 ഉള്ളൂ. അങ്ങനെ നോക്കുമ്പോൾ എല്ലാ ആനിമൽസും കൂടെ നോക്കുകയാണെങ്കിൽ പ്ലാന്റ്സിൻ്റെ എത്രയോ ഇരട്ടിയുണ്ട്. അപ്പോൾ ഇതുവരെയുള്ള നമ്മുടെ ഒരു കാഴ്ചപ്പാട് ആർക്കെങ്കിലും വ്യത്യാസമായിട്ടുണ്ടായിരുന്നെങ്കിൽ അത് മാറ്റണം. അതായത് ഡൈവേഴ്സിറ്റി കൂടുതൽ ആനിമൽസിനാണ്. ഇനി അപ്പോൾ അങ്ങനെയുള്ള ആനിമൽസിൻ്റെ അല്ലെങ്കിൽ ഈ പറയുന്ന ഡിസ്ക്രിപ്ഷനുള്ളൊരു പോസിബിലിറ്റി നിങ്ങൾക്കും പുതുതായിട്ടൊരു ആനിമലിൻ്റെ സ്പീഷീസിന് പേര് കൊടുക്കാം. ഇപ്പോൾ നിങ്ങൾ ഇഷ്ടപ്പെട്ട നിങ്ങളുടെ നാടാണെന്ന് വിചാരിക്കുക. ഇപ്പം പലപ്പോഴും ഞാൻ വരുന്നു ചില ആനിമൽസിന് പേര് കൊടുക്കുന്നു. അപ്പോൾ നമ്മുടെ തിരുവനന്തപുരത്ത് നിന്ന് തന്നെ മധുസൂദനി എന്ന് പറഞ്ഞൊരു പേര് ആനിമലിന് കൊടുത്തേക്ക്. ഇന്നലെ ഒരു ലാസ്റ്റ് ഡേ ഒരു പേപ്പറിൽ വാർത്ത വന്നു, ഫ്രാൻസിസ് എന്ന് പറയുന്ന ഒരാളിൻ്റെ ഒരു പേര്. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള നമ്മുടെ ആനിമലിനെ കണ്ടെത്തിയാലോ പ്ലാന്റ്സിനെ കണ്ടെത്തിയാലോ നമുക്ക് ആ കണ്ടെത്തുന്ന ആളുകൾക്കാണ് ആ പേര് കൊടുക്കാനുള്ള റൈറ്റ് ഇരിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ നാടിൻ്റെ പേര് കൊടുക്കാം, നിങ്ങളുടെ കുടുംബത്തിൻ്റെ പേര് കൊടുക്കാം, നിങ്ങളുടെ ഇഷ്ടപ്പെട്ട അധ്യാപകൻ്റെ പേര് കൊടുക്കാം. അങ്ങനെ നമുക്ക് ഡിസ്ക്രൈബ് ചെയ്യാനുള്ളൊരു അവസരം ഇനിയും ഇരിപ്പുണ്ട്.
അതാണ് അത്രയധികം ഡൈവേഴ്സിറ്റി, മോസ്റ്റ് ഓഫ് ദ ഡൈവേഴ്സിറ്റീസ് ബി ദയർ. അങ്ങനെ ഡൈവേഴ്സിറ്റി ഇന്നുമുണ്ട് നമുക്ക്. അപ്പോൾ അങ്ങനെയുള്ള ഡൈവേഴ്സിറ്റി ഉള്ള ആ ഡൈവേഴ്സിറ്റിയെ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യേണ്ടതിൻ്റെ ഉത്തരവാദിത്വം നമുക്കാണ്. സോ വി ഹാവ് ദി ആക്ച്വലി ഞാൻ ഫസ്റ്റിൽ തുടങ്ങിയ കാര്യത്തിലാണ് നിൽക്കുന്നത്. വി ആർ ആക്ച്വലി നമ്മൾ ഒരു സോൾജേഴ്സാണ്, നമ്മളൊരു സംരക്ഷകരാണ്, അല്ലെങ്കിൽ നമ്മളൊരു യോദ്ധാക്കളാണ്. ഈ ഭൂമിയെ സംരക്ഷിക്കാൻ, ഭൂമിയിലുള്ള ഡൈവേഴ്സിറ്റിയെ സംരക്ഷിക്കാൻ, ഏറെ പ്രത്യേകിച്ച് ബയോഡൈവേഴ്സിറ്റിയെ സംരക്ഷിക്കാൻ. സോ ഇത്രയൊരു കൺക്ലൂഷൻ എനിക്ക് ഇതിനകത്ത് പറയാനുള്ളത്. ഇനിയും there are number of enough chances to describe many of the species from the area of fungi, in the area of spiders, in the area of insect. And ഇതുവരെയുള്ള most of the so I am inviting you all to become a taxonomist. There is enough chance in the world to describe many more species. So that is the relevance of this topic. That means even we are not know which animal or which plants are not to be described is to be extinct from here. So I am coming to another portion, that the extinction. We know that what is extinction. When we are considering discussing the topic biodiversity, we always hear a term called extinction. You know what is extinction? Here there is this picture usually show that this is a mass extinction. You don't have any information about the earth. Here we can see that the age of the earth, ഇന്ന് നമ്മൾ കാണുന്ന ഭൂമിയുടെ ഒരു ഏജായി കാണുന്നത് 540 മില്യൺ ഇയേഴ്സ് മുന്നേ ഉള്ള അനിമൽസിൻ്റെയൊക്കെ തുടക്കം എന്ന് പറയാവുന്നത് 540 മില്യൺ ഇയേഴ്സാണ്. ആ കാലഘട്ടം കേംബ്രിയൻ പീരീഡ് എന്നാണ് പറയുന്നത്. കേംബ്രിയൻ പീരീഡിലാണ് ഈ ഒരു ലൈഫ് അല്ലെങ്കിൽ ഒരു ഒറിജിൻ ഓഫ് ഒരു പീരീഡ്, ആ സമയം തൊട്ടാണ് നമുക്ക് ഇങ്ങനെ ഡൈവേഴ്സിറ്റി ഓഫ് ആനിമൽസ് ആൻഡ് പ്ലാന്റ്സ് ഇങ്ങനെ വരാൻ തുടങ്ങിയ ഒരു സമയം. സോ ദാറ്റ്സ് ദി കേംബ്രിയൻ പീരീഡ്. ഹിയർ ദർ ആർ ദ മാസ് എക്സ്റ്റിങ്ഷൻ. അപ്പോൾ നമുക്കറിയാം എക്സ്റ്റിങ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ, ഇന്ന് ലോകത്ത് നിന്ന് ഡൈവേഴ്സിറ്റി ഉള്ള ആനിമൽസ് ആയാലും പ്ലാന്റ്സ് ആയാലും ഈ ലോകത്ത് നിന്ന് നഷ്ടപ്പെട്ടു പോകുന്നു. അവരെ നമുക്ക് തിരിച്ച് കാണാൻ കഴിയാത്ത, ഒരിക്കൽ പോലും തിരിച്ച് കിട്ടാൻ കഴിയാത്ത തരത്തിലുള്ള എക്സ്റ്റിങ്ഷനാണ്. ദാറ്റ്സ് ദ മോസ്റ്റ് ഏറ്റവും പ്രയാസകരമായ, നമുക്ക് ഏറ്റവും കൂടുതൽ ഭീഷണി ഉണ്ടാക്കിയിരിക്കുന്ന കാര്യം എന്ന് പറഞ്ഞത് മാസ് എക്സ്റ്റിങ്ഷൻസ് ആണ്. ഇന്ന് നമ്മൾ കാണുന്ന ഈ ലോകം മൊത്തത്തിൽ ഏകദേശം 5 മാസ് എക്സ്റ്റിങ്ഷനുകൾക്ക് വിധേയമായി. നിങ്ങൾ നോക്കി അറിയാം, അതാണ്ട് 540 മില്യൺ ഇയേഴ്സ് മുതൽ ഇനി അറ്റത്ത് നമ്മുടെ ഏകദേശം 1.8 മില്യൺ ഇയേഴ്സ് വരെയുള്ള ഒരു സമയത്തെ കുറേയധികം നാച്ചുറലായ മാസ് എക്സ്റ്റിങ്ഷന് വിധേയമായ ഒരു ഡയഗ്രാം അല്ലെങ്കിൽ ഒരു റെപ്രസെൻറ്റേഷനായി കാണുന്നത്. ഹിയർ ദി ഫസ്റ്റ് മാസ് എക്സ്റ്റിങ്ഷൻ നോക്ക് ഓഡോവിഷ്യൻ. ദാറ്റ്സ് എ പീരീഡ് ഇസ് കാൾഡ് ഓഡോവിഷ്യൻ. ദാറ്റ് ഓഡോവിഷ്യൻ പീരീഡ് അബൌട്ട് 50% of the animal families including many trilobites are extinct. What is extinction? എക്സ്റ്റിങ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഭൂമുഖത്ത് നിന്ന് ഒരു ജീവിവർഗം ഇല്ലാതായി പോകുന്ന പ്രവർത്തനത്തിനെയാണ് നമ്മൾ എക്സ്റ്റിങ്ഷൻ എന്ന് വിളിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ആലോചിച്ചു, നിങ്ങൾ ഇതുവരെ കണ്ടുകൊണ്ടിരുന്ന ഒരു ആനിമലിനെ ഇവിടെ നിന്ന് ഇല്ലാതാവുന്നു, ഒരു പ്ലാന്റിന് ഇല്ലാതാവുന്നു, അതിനെ പിന്നെ നമുക്ക് കാണാൻ കഴിയത്തില്ല. അങ്ങനെ നമുക്ക് സംഭവിക്കാൻ സംഭവിച്ചു കഴിഞ്ഞിരിക്കുന്ന 5 നാച്ചുറലായ പ്രകൃതിയെ തന്നെ 5 മാസ് എക്സ്റ്റിങ്ഷൻ ഈസ് എൻവിസേജ് ബൈ ദ എർത്ത്. ഇന്ന് നമ്മൾ കാണുന്ന ഭൂമി അങ്ങനെ 5 മാസ് എക്സ്റ്റിങ്ഷന് വിധേയമായിട്ടുണ്ട്. അതിന് ഒന്നാമത്തതാണ് ഞാൻ പറയുന്നത് ഓഡോവിഷ്യൻ എന്ന് പറയുന്ന സമയത്ത് 50%, അന്ന് വരെ ഉണ്ടായിരുന്ന 50% ഫാമിലീസ്, അനിമൽ ഫാമിലീസും ഇവിടെ നിന്ന് നാച്ചുറലായി തന്നെ, അപ്പോൾ ഒരു പ്രകൃതിയെ തന്നെ ഒരു തത്വമാണ്, പ്രകൃതിയിലെ കുറേ ജീവികൾ ഇല്ലാതായി പോകും. അത് അവിടുന്ന് എക്സ്റ്റിങ്ഷന് വിധേയമാകും. ദെൻ അനദർ പീരീഡ് പിന്നെ എപ്പോഴാണ് കാണുന്നത്? ഡിവോണിയൻ എന്ന് പറയുന്നൊരു പീരീഡിൽ ഏകദേശം 360 മില്യൺ ഇയേഴ്സ് മുന്നേ സംഭവിച്ചതിനകത്ത് ഏകദേശം 30% ഓഫ് അനിമൽ ഫാമിലീസ് ഇൻക്ലൂഡിങ് മെനി ഫിഷസ് ആൻഡ് ട്രൈലോബൈറ്റ്സ്, കുറേയധികം ഫിഷസും ട്രൈലോബൈറ്റ്സും എല്ലാം ഇവിടെ നിന്ന് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. പിന്നീട് അടുത്തൊരു കാലഘട്ടം പിന്നെ വരുന്നത് 250 മില്യൺ ഇയേഴ്സ് മുമ്പ് പെർമിയൻ എന്ന് പറയുന്ന ഒരു പീരീഡാണ്. പെർമിയൻ ആൻഡ് ദെൻ 60% ഓഫ് അനിമൽ ഫാമിലീസ് including many marine species, insect, amphibians and all other remaining trilobites
അപ്പോൾ ട്രൈലോബൈറ്റുകളെല്ലാം തന്നെ 250 മില്യൺ ഇയേഴ്സ് ആയപ്പോൾ തന്നെ ഇവിടെ നിന്ന് എല്ലാ ട്രൈലോബൈറ്റും ഇവിടുന്ന് പോയി കഴിഞ്ഞു. എന്താ 60% ഓഫ് ദി ആൾ അനിമൽ ഫാമിലിയും പോയി. പിന്നീട് നമ്മൾ നോക്കുന്ന ട്രയാസിക്കിൽ 35%, ക്രിട്ടേഷ്യസിൽ 50%, ഇങ്ങനെ 5 തരത്തിലുള്ള പ്രകൃതിയാ തന്നെയുള്ള നാച്ചുറലായ മാസ് എക്സ്റ്റിങ്ഷന് ഭൂമിക്ക് നേരിടേണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ അതൊരു നാച്ചുറലായ പ്രോസസ്സാണ്. സോ 5 മാസ് എക്സ്റ്റിങ്ഷൻസ് ഇൻ എ പീരീഡ് ഓഫ് about Ordovician, Devonian, Permian, Triassic and Cretaceous. These are the different geological time scale periods. ഇതെല്ലാം തന്നെ നമ്മൾക്ക് അറിയേണ്ടത് ഭൂമി ഉണ്ടായതിനു ശേഷമുള്ള ഈ ഇവിടുത്തെയുള്ള ഭൂമിയുടെ കാലഘട്ടത്തിനെ എല്ലാം ജിയോളജിക്കൽ ടൈം സ്കെയിലായിട്ട് പറയാറുണ്ട്. അതിനെല്ലാം ഓരോ മില്യൺ ഇയേഴ്സ് വെച്ചിട്ടാണ് നമ്മളതിനെ ക്ലാസിഫൈ ചെയ്യുന്നത്. അങ്ങനെ ആ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നതിൽ ഏകദേശം 540 മില്യൺ ഇയേഴ്സ് മുന്നേ തുടങ്ങുന്നതിൽ ഏകദേശം ഓർഡോവിഷ്യൻ പീരീഡ് ആകുമ്പോൾ, പിന്നീട് ഡിവോണിയൻ പീരീഡ് ആകുമ്പോൾ, പെർമിയൻ പീരീഡ് ആകുമ്പോൾ, ട്രയാസിക് പീരീഡ് ആകുമ്പോൾ, ക്രിട്ടേഷ്യസ് പീരീഡ് ആകുമ്പോൾ തുടങ്ങിയ 5 സ്ഥലങ്ങളിലൂടെ ദർ ആർ 5 മാസ് എക്സ്റ്റിങ്ഷൻസ് ആർ ഫേസ്ഡ് ബൈ അവർ എർത്ത്. അങ്ങനെ നമ്മുടെ എർത്ത് ഏകദേശം 5 മാസ് എക്സ്റ്റിങ്ഷന് വിധേയമായിട്ടുണ്ട്. അങ്ങനെ വിധേയമായ മാസ് എക്സ്റ്റിങ്ഷനിലൂടെ നമ്മുടെ ഇവിടുത്തെ കുറേയധികം ജീവിവർഗ്ഗങ്ങൾ നാച്ചുറലി തന്നെ പ്രകൃതിയാ തന്നെ ഇവിടെ നിന്ന് നഷ്ടപ്പെട്ടു പോയി. ഇപ്പോൾ നിങ്ങൾ കാണുന്ന പിക്ചറിനകത്ത് കാണുന്നത് ഒരു മനോഹരമായ ഒരു തവള, അല്ലെങ്കിൽ നമ്മൾ പറയുന്ന ടോഡെന്ന് പറയും. ടോഡ്, ഇതിൻ്റെ പേര് ഗോൾഡൻ ടോഡ് എന്നാണ്. ഇതിൻ്റെ സയൻറ്റിഫിക് നെയിം എന്ന് പറയുന്നത് ഇൻസിലസ് പെരിഗ്ലൻസിസ് എന്നാണ്. അപ്പോൾ ഇത് ഇന്ന് കോസ്റ്റാറിക്ക എന്ന് പറയുന്ന രാജ്യത്ത് കണ്ടിരുന്ന അവിടുത്തെ മൊണ്ടവെർഡെ എന്ന് പറയുന്ന ഒരു ക്ലൗഡ് ഫോറസ്റ്റിൽ കണ്ടിരുന്ന ഒരു അനിമലാണ്. ഇത് 1966 there is a famous herpetologist called Gay Savage. അദ്ദേഹം ഒരു ഹെർപ്പറ്റോളജിസ്റ്റാണ്. അദ്ദേഹത്തിന് ഫിഷസിനെ കുറിച്ച് പഠിച്ചിട്ടുണ്ട്, ആംഫീബിയൻസിനെ കുറിച്ച് പഠിച്ചിട്ടുണ്ട്, റെപ്റ്റൈൽസിനെ കുറിച്ച് പഠിച്ചിരിക്കുന്ന ഒരു വലിയ അറിയപ്പെടുന്ന ഒരു കൺസർവേഷനിസ്റ്റായ ഗേ സാവേജ് 1966 അദ്ദേഹത്തിൻ്റെ സ്റ്റുഡൻസുമായി ഈ കോസ്റ്റാറിക്കയിലെ മൊണ്ടവെർഡെ എന്ന് പറയുന്ന ക്ലൗഡ് ഫോറസ്റ്റിലേക്ക് ചെല്ലുമ്പോൾ, അദ്ദേഹം ഒരു ഗൈഡാണ്, അദ്ദേഹത്തിനെ കണ്ടി മുന്നേ അദ്ദേഹം ആ ഫോറസ്റ്റിലേക്ക് അതിന് പോകുന്നതിന് മുന്നേ, അദ്ദേഹം ചെല്ലുന്നതിന് ഒരാഴ്ച മുന്നേ തന്നെ അദ്ദേഹത്തിൻ്റെ റിസർച്ച് സ്റ്റുഡൻസ് ആ കാട്ടിൽ പോയിരുന്നു. അവർ അവിടുന്ന് അനിമൽസിനെ എല്ലാം കളക്ട് ചെയ്തിരുന്നു. അങ്ങനെ കളക്ട് ചെയ്തിട്ട് ഈ അനിമലിനെ അവർ കീപ്പ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഒരു സാറ് വരുന്ന സമയത്ത് ഈ ഗേ സാവേജ് വരുമ്പോൾ ഇതിനെ കാണിച്ചു കൊടുക്കുകയാണ്. ഈ കാണിച്ചു കൊടുക്കുന്ന സമയത്ത് ഗേ സാവേജ് വിചാരിക്കുകയാണ് ഇത് പിള്ളേരെ എന്നെ പറ്റിക്കുകയാണ്, ഉറപ്പായിട്ട് ഇതിനെ ഒരു കളറൊക്കെ അടിച്ചിട്ട് ഏതൊരു ആനിമലിനെ പിടിച്ച് കളറടിച്ച് എൻ്റെ മുന്നിൽ ഇതിനെ കാണിക്കുകയാണെന്നാണ് അദ്ദേഹം വിചാരിച്ചത്. പക്ഷേ ദേ ആർ ആക്ച്വലി ഡിസ്ക്രൈബ്, അതാണ് ഞാൻ പറഞ്ഞത്, നേരത്തെ പറഞ്ഞത് ഡിസ്ക്രൈബ്. ദേ ഡിസ്ക്രൈബ്ഡ് ദി സ്പീഷീസ്. ആ ഒരു സ്പീഷീസിനെ അവരന്ന് അവിടെ അതിനെ പുതിയൊരു സ്പീഷീസിനെ അവിടെ കണ്ടെത്തുകയായിരുന്നു. ആ കണ്ടെത്തിയ സ്പീഷീസിനെ ദേ ഡിസ്ക്രൈബ്ഡ് ഇറ്റ് ആൻഡ് ദേ ഗിവ് എ കോമൺ നെയിം ടു ദാറ്റ് ഫ്രോഗ്, ദാറ്റ്സ് ഗോൾഡൻ ടോഡ്. അതിന് ഗോൾഡൻ ടോഡ് എന്ന പേരൊക്കെ കൊടുത്ത് ദേ ഡിസ്ക്രൈബ്ഡ്. ഇതിൻ്റെ ഒരു ആദ്യത്തെ സയൻറ്റിഫിക് നെയിം എന്ന് പറയുന്നത് ബഫോ പെരിഗ്ലൻസിസ് എന്നായിരുന്നു. നൗ ഇറ്റ് ഈസ് ബി ചേഞ്ച്ഡ് ടു ആസ് ഇൻസിലസ് പെരിഗ്ലൻസിസ് എന്നാണ്. അങ്ങനെ ചേഞ്ച് ചെയ്തു, അതിനെ പേരൊക്കെ മാറി. അപ്പോൾ എന്തായിക്കോട്ടെ, ഈ ആനിമലിനെ ഡിസ്ക്രൈബ് ചെയ്തു 1966 അത് സംഭവിച്ചത്. ദെൻ ആഫ്റ്റർ 20 years, in 1984 and 85 period, this team again visited the same place where the golden toads are identified or they are caught. അവരെ പിടിച്ചിരുന്ന സ്ഥലത്ത് എവിടെയാണോ അവിടെ വീണ്ടും എത്തി 20 വർഷത്തിന് ശേഷം. At that time they can find only one male member of that particular species. ഈ സ്പീഷീസിനകത്ത് ഒരേ ഒരു മെയിൽ മെമ്പറിനെ മാത്രമേ അവർക്ക് കാണാൻ കഴിഞ്ഞുള്ളൂ, അതിന് മാത്രമേ അവർ കിട്ടിയുള്ളൂ. വേറെ they extensively doing expeditions to search any other member, ഒരുപാട് സെർച്ച് ചെയ്തു, ബട്ട് ദേ കനോട്ട് ഫൈൻഡ് ഔട്ട് വൺ ഗ്രൂപ്പ്. ഒരെണ്ണത്തിന് കണ്ടെത്താൻ കഴിഞ്ഞു. ആകെ വൺ ഓഫ് ദ മെയിൽ ഇസ് ഐഡൻറ്റിഫൈഡ്. ആ ഒരു മെയിലിനെ മാത്രമേ അവർ കിട്ടിയുള്ളൂ. അതിനെ കൊണ്ടുവന്ന് ദാറ്റ് മെയിൽ ഈസ് ദ ലാസ്റ്റ് മെമ്പർ ഓഫ് ദാറ്റ് പർട്ടിക്കുലർ സ്പീഷീസ്. ആ ലാസ്റ്റ് മെമ്പർ ആയിരുന്നു അതിന്. After the Gay Savage itself gave the report to the UNEP and they give this as the extinct species. Now it is an extinct species. So the biodiversity nowadays is facing such a
വെരി ഫാസ്റ്റ് റേറ്റ് ഓഫ് എക്സ്റ്റിങ്ഷൻ. ഇത്രയധികം ഫാസ്റ്റായ ഒരു എക്സ്റ്റിങ്ഷൻ റേറ്റാണ് കണ്ടത്. അതായത് ഗയ സാവേജ് 66 അതിനെ കണ്ടെത്തി, അതിനെ ഡിസ്ക്രൈബ് ചെയ്ത് 20 വർഷത്തിന് ശേഷം വീണ്ടും വരുമ്പോൾ അതിനകത്ത് ആ സ്പീഷീസ് അവിടെ ഇല്ലാതായിപ്പോയി. ദാറ്റ് മച്ച് ഓഫ് സ്പീഡ് ഓഫ് സച്ച് എ ലാർജ്, ഇങ്ങനെ വലിയൊരു ആനിമലിനെ, ഇത്തരത്തിൽ ഒരു ആംഫീബിയൻസിനെ ഇവിടുന്ന് നഷ്ടപ്പെട്ടു പോവുകയാണ്. ദാറ്റ് ഈസ് ദി റേറ്റ് ഓഫ് എക്സ്റ്റിങ്ഷൻ. ഇതാണ് ഇന്ന് കാണുന്ന ഒരു റേറ്റ് ഓഫ് എക്സ്റ്റിങ്ഷൻ. സോ ദ മെയിൻ threat of biodiversity is the extinction. We already discussed that there are 5 mass extinction is naturally happened, but I can say that there is a 6th mass extinction is nowadays is happening because of not by nature or not by natural method, it is by man-made, മനുഷ്യനിർമ്മിതമായി. Man-made mass extinction is nowadays it is happening, and a man-made 6th mass extinction of the biodiversity is now facing because of only man. Human being is mainly causing the extinction. So the rate of extinction, now we discussed the rate, how much is faster is the extinction എന്നുള്ളതാണ്. This is you look at this picture, here picture നോക്കെ, this is one of the species now, my own observation, not no species, it's a species lives in our own Neyyar and Pepara Wildlife Sanctuary, and this is very beautiful. You can നിങ്ങൾക്ക് എന്ത് പേര് കൊടുക്കാൻ തോന്നുന്നു ഇതിനെ കണ്ടിട്ട്? ഇതിന് പേര് കൊടുക്കാനാണെങ്കിൽ നിങ്ങളടുത്തൊരു പേര് കൊടുക്കാൻ പറഞ്ഞാൽ നിങ്ങൾ ഇതിന് എന്ത് പേര് കൊടുക്കും അല്ലേ? എന്ത് പേര് കൊടുക്കും? ചില ആളുകളൊക്കെയും പറഞ്ഞു കാണും, ഇപ്പം മനോഹരി, മനോഹരമായ, അപ്പം ഇതിൻ്റെ പേര് അങ്ങനെ തന്നെയാണ്. നമുക്ക് ഇതിൻ്റെ പേരും അങ്ങനെ തന്നെയാണ്. നമുക്ക് നോക്കാം എന്താണ് ഇതൊരു പർട്ടിക്കുലർ ഇങ്ങനെ തന്നെ റാക്കോഫോറിഡേ എന്ന് പറയുന്ന ഗ്രൂപ്പിനകത്ത് നമുക്കും ഒരു ആംഫീബിയൻസിനകത്ത് വളരെയധികം ശ്രദ്ധയുള്ളതുകൊണ്ട് നമ്മൾ ആംഫീബിയൻസിൻ്റെ ഒരു സെർച്ച് നടത്തിയിട്ടുണ്ടായിരുന്നു ഒരു PhD ഒരു പ്രോഗ്രാമിൻ്റെ ഭാഗമായി. ഇത് റാക്കോഫോറിഡേ എന്ന് പറയുന്ന ഒരു ഫാമിലിയിലുള്ള കുറേയധികം ആനിമൽസാണിത്. ഇത് കണ്ട റാക്കോഫോറിഡേ തന്നെ, നെയ്യാർ ആൻഡ് പേപ്പറ, ഇത് 2 വൈൽഡ് ലൈഫ് സാഞ്ചുറീസ് ആണ്. ദീസ് സാഞ്ചുറീസ് ആർ സീൻ ഇൻ തിരുവനന്തപുരം ഡിസ്ട്രിക്ട്സിലുള്ള 2 സാഞ്ചുറിയാണ്. ഒന്ന് നെയ്യാർ വൈൽഡ് ലൈഫ് സാഞ്ചുറി ആൻഡ് അതർ വൺ ഈസ് പേപ്പാറ വൈൽഡ് ലൈഫ് സാഞ്ചുറി. ബോത്ത് ദീസ് സാഞ്ചുറീസ് ആർ സിറ്റുവേറ്റിംഗ് ഇൻ തിരുവനന്തപുരം ഡിസ്ട്രിക്ട്സ്. അപ്പോൾ അവിടെ തന്നെയുള്ള റാക്കോഫോറിഡേ എന്ന് പറയുന്ന ഫാമിലിയിൽ ഈ നെയ്യാർ പേപ്പാറ വനം നോക്കുമ്പോൾ അവിടുത്തെ ഏരിയയിൽ നമ്മൾ സെർച്ച് ചെയ്തപ്പോൾ നമ്മൾ കണ്ടിരിക്കുന്ന റാക്കോഫോറിഡയിലുള്ള പലതരത്തിലുള്ള അനിമൽസാണ്. ഇതെല്ലാം കണ്ട എത്ര നല്ല ബ്യൂട്ടിഫുള്ളായ അനിമൽസാണ്. നോക്കെ പോളിപ്പൊഡേറ്റസ് സീഡോക്രൂസിജർ, റാവോർച്ചസ് അക്രോപാരലാഗി, റാവോർച്ചസ് അഗസ്ത്യ എൻസിസ്, റാവോർച്ചസ് ആർക്കിയോസ്, റാവോർച്ചസ് ബെഡോമി, റാവോർച്ചസ് അനിലി. So all these are giving different names. And then okay, അത് വീണ്ടും തന്നെ റാവോർച്ചസ് ജോണിസി, റാവോർച്ചസ് കാൽക്കാഡൻസിസ്, റാവോർച്ചസ് കാക്കാച്ചി, റാക്കോഫോറസ് മലബാറിക്കസ്. ദെൻ നമ്മൾ നേരത്തെ കണ്ട റാവോർച്ചസ് മനോഹരി. ദാറ്റ് മച്ച് ഓഫ് ഡൈവേഴ്സിറ്റി. നമ്മളിപ്പോൾ ഞാൻ ഇതിനകത്ത് നമ്മുടെ തിരുവനന്തപുരത്തെ നെയ്യാറിലെയും പേപ്പാറയിലെയും വൈൽഡ് ലൈഫ് സാഞ്ചുറികളിലെ ഒരു ഫാമിലി, റാക്കോഫോറിഡേ എന്ന് പറയുന്നൊരു ഫാമിലിയിൽ നമ്മുടെ ഒരു സെർച്ചിനകത്ത് നമുക്ക് കണ്ടെത്താൻ കഴിഞ്ഞ ഡൈവേഴ്സിറ്റിയാണ് ഞാൻ പറയാൻ ശ്രമിച്ചത്. ഇത്രയധികം ഡൈവേഴ്സിറ്റി, ബയോഡൈവേഴ്സിറ്റി ഇൻ എ പർട്ടിക്കുലർ സ്പീഷീസ്. ആ പർട്ടിക്കുലർ സ്പീഷീസിൽ തന്നെ ആംഫീബിയ എന്ന് പറയുന്ന അതിനകത്ത് വരുന്ന റാക്കോഫോറിഡേ അല്ലെങ്കിൽ ഫ്രോഗിനകത്ത് റാക്കോഫോറിഡേ എന്ന് പറയുന്ന പർട്ടിക്കുലർ ഫാമിലിയിൽ ഹൗ മച്ച് ഡൈവേഴ്സിറ്റി ഈസ് അവൈലബിൾ ഇൻ ആൻഡ് അറൗണ്ട് അസ്, നമ്മുടെ തൊട്ടടുത്ത് എത്രത്തോളം ഉണ്ട് എന്നുള്ളതാണ്. ആൻഡ് ഈവൻ ദോസ് ഡൈവേഴ്സിറ്റി ഈസ് ബി ദെയർ, അവർ activity, human activity is not in a proper way, it may affect the extinction of many of the species. Look at this, another എനിക്ക് നിങ്ങളുടെ മുന്നിൽ വെക്കാനുള്ള ഒരു അടുത്തൊരു പിക്ചർ. ഇറ്റ്സ് ആൾസോ ഫ്രം ദി എസെൻഷ്യൽസ് ഓഫ് കൺസർവേഷൻ ബയോളജി ബൈ റിച്ചാർഡ് പ്രിമക്. ഹിയർ this itself shows the total overall activity of the human that is being a threat to the biodiversity. I already mentioned that there are 5 mass extinctions are faced by our world or our earth of natural reasons.
And this is the sixth mass extinction we are actually, the diversity of the earth is facing because of human activity. The total activity of human activity can be here. The increase in human population and consumption may have because of the increased human population and consumption, the agriculture, logging, fisheries, industry and fossil fuel use, urbanization and road construction and international trade. We can actually classify these six activity or the human consumption, either in the agriculture field or in the logging field, in the fisheries, industry and fossil fuel, urbanization and road construction, and as well as the international trade. We are actually making certain effect or threat to the habitat loss, habitat fragmentation and habitat degradation. These are different terms. Sometimes, most of the time, we discuss only habitat destruction, but habitat destruction can be divided into as three, as habitat loss, habitat fragmentation and habitat degradation. Actually, all these are coming together as the habitat destruction. And because of our greedy behavior, we are actually over exploiting all the resources, and as well as we are actually making an effect on the invasive species, or we are actually transporting many of the species from one continent to the other, one country from to the other, one state from the other, one house to the next house. Actually, we are making, the human being are taking an effect on the inversion of many of the species, and because of this inversion, many of the diseases are spreading from one area to the other. All this effect can make an impact on the climate, and due to that, the climate is actually changing. All these effects, that is the habitat loss, fragmentation, degradation, overexploitation, invasive species and disease, and the effect, all these are cumulatively can make a impact on the climate change, and this climate change on all these other three can make an impact on the loss of biodiversity. So the loss of biodiversity is because of all these. എല്ലാം റിലേറ്റഡ് ആണ്. ഹ്യൂമൻ്റെ പോപ്പുലേഷൻ്റെ ഇൻക്രീസ് മൂലവും അതിൻ്റെ കൺസംഷൻ മൂലം പലതരത്തിലുള്ള നമ്മൾ അഗ്രികൾച്ചർ ചെയ്യുന്നു, നമ്മൾ ഫിഷറീസിൽ എടുക്കുന്നു, അല്ലെങ്കിൽ നമ്മൾ ഇൻഡസ്ട്രി വളർത്തുന്നു. അതെല്ലാം വഴി നമ്മുടെ ചുറ്റിലുള്ള ഹാബിറ്റാറ്റിനെ ഡീഗ്രേഡ് ചെയ്യിക്കുന്നു, അല്ലെങ്കിൽ ഹാബിറ്റാറ്റിനെ ഫ്രാഗ്മെൻറ്റ് ചെയ്യിക്കുന്നു, അല്ലെങ്കിൽ ഹാബിറ്റാറ്റിനെ ഇല്ലാതാക്കുന്നു. ഇതെല്ലാം കൂടി ചേർത്താണ് നമ്മൾ ഹാബിറ്റാറ്റ് ഡിസ്ട്രക്ഷൻ എന്ന് പറയുന്നത്. ആൻഡ് നമ്മൾ തന്നെ വളരെയധികം വളരെയധികം ഇതുള്ള ആളുകളാണ്, ആഗ്രഹമുള്ള ആളുകളാണ് നമ്മൾ. അതുകൊണ്ട് തന്നെ ഓവറായിട്ട് എല്ലാത്തിനെയും എക്സ്പ്ലോയിറ്റ് ചെയ്യുന്നു. അതേപോലെ തന്നെ ധാരാളം സ്പീഷീസിനെ ട്രാൻസ്പോർട്ട് ചെയ്ത് കൊണ്ടുപോകുന്നു. അങ്ങനെ ഇൻവേസീവ് സ്പീഷീസ്, ഡിസീസ്, ഇതെല്ലാം കൂടെ ചേർന്ന് ഗ്ലോബലി ഇറ്റ് ക്യാൻ മേക്ക് ആൻ ഇമ്പാക്ട് ഓൺ ദ ക്ലൈമറ്റ് ചേഞ്ച്, ആൻഡ് ഓൾ ദീസ് ക്യാൻ ഡയറക്റ്റ്ലി മേക്ക് ആൻ ഇമ്പാക്ട് on the loss of biodiversity. What is loss of biodiversity? Extinction of the species and population, degradation of the ecosystem, erosion of the genetic diversity and evolutionary potential, and loss of ecosystem services, erosion of support system for human society. That is called the loss of biodiversity. Everything, all that, if any loss can directly have an impact on human being, because all these activities are mainly done by the human being. So that I am saying that the most ഏറ്റവും പ്രയാസകരമായ സംഗതി എനിക്കുന്നത് മനുഷ്യൻ നിർമ്മിത, മറ്റേതെല്ലാം തന്നെ നമ്മൾ പറയുന്നത് നാച്ചുറലായി സംഭവിച്ചുകൊണ്ടിരുന്നതായിരുന്നു. നാച്ചുറലായി 5 മാസ് എക്സ്റ്റൻഷന് നമുക്ക് വിധേയമായെങ്കിൽ ഇന്ന് today we are actually facing a mass extinction of the biodiversity because of only the human activity. So the human activity is the main thing for the 6th mass extinction that is faced by our earth. So that I am concluding today's session here
what are the different threat as in a general form. We have to discuss more details of each and everything in the next coming sessions. And thank you very much for the giving opportunity to the KU Pathashala and University of Kerala, especially the Vice Chancellor, Provost Chancellors and the syndicate members and the Director Lal Sir to the for this wonderful opportunity. And today concluding this session. Thank you very much.